യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പാൻ കാർഡിന്റെ A to Z കാര്യങ്ങളാണ്. പലർക്കും പാൻ കാർഡ് ഉണ്ടെങ്കിലും അതിന്റെ യൂസ് എന്താണെന്നോ, ഞങ്ങൾ എന്തിന് ഈ പാൻ കാർഡ് കൊണ്ടു നടക്കുന്നു, ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പാൻ കാർഡ് ആരംഭിച്ചത് എപ്പോൾ, ആർക്കൊക്കെ വേണം, എങ്ങനെ അപേക്ഷിക്കാം, അറിയേണ്ടതില്ല. എന്താണ് പാൻ കാർഡ്, ആർക്കൊക്കെ വേണം, എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയ പാൻ കാർഡിനെ കുറിച്ച് സംബന്ധിക്കുന്ന അറിയേണ്ടതെല്ലാം ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുക. ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനും നികുതി അടയ്ക്കാനും തുടങ്ങിയ ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത്. രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന നമ്പറാണിത്. അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാവൂ എന്നർത്ഥം. പാൻ കാർഡ് നൽകുന്നതിന് ഓരോ നികുതിദായകന്റെ സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ കഴിയും എന്നതാണ് ഈ പാൻ കാർഡ് കൊണ്ടുള്ള എളുപ്പം. ഉപയോഗം: ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനിയുടെ പേരിലുള്ള പാൻ കാർഡിൽ ആയിരിക്കും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക. നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കാനും നികുതി വെട്ടിപ്പുകൾ തടയാനും വളരെ എളുപ്പമാണ് സാധിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് പാൻ കാർഡ് അവതരിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യവും. അനധികൃത പണമിടപാടുകളും കള്ളപ്പണവും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് വ്യവസ്ഥകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പാൻ കാർഡ് ആദ്യമായി അവതരിപ്പിച്ചത് 1972 എന്നാൽ ഇത് നിയമാനുസൃതമാക്കിയത് 1974. അതുവരെ ആദായ നികുതി വകുപ്പ് ഒരു ജനറൽ ഇൻഡെക്സ് രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ GIR നമ്പർ ആയിരുന്നു നികുതിദായകർക്ക്. പാൻ കാർഡ് നമ്പറുകൾ 1985 വരെ നൽകിയത് മാനുവൽ ആയിരുന്നു. ഈ നമ്പർ അധികാരമായിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ രീതിയിലുള്ള പാൻ നമ്പറുകൾ നൽകുന്നത് അവസാനിപ്പിച്ചു. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ പാൻ കാർഡിന് സമാനമായ സംവിധാനത്തെക്കുറിച്ച് പഠിച്ച ശേഷം 1995 നിലവിലുള്ള പാൻ കാർഡ് അവതരിപ്പിച്ചു. ആദ്യകാലങ്ങളിൽ ആദായ നികുതി അടയ്ക്കാനും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുമായിരുന്നു പാൻ കാർഡ് ആവശ്യമായിരുന്നത്. എന്നാൽ ഇനി ഒരുപക്ഷെ നിത്യേനയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് ആവശ്യമായി വന്നേക്കാം. ആദായ നികുതി വകുപ്പ് നൽകുന്ന 10 നമ്പർ കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും അതിലൊരു വ്യക്തിയെ സംബന്ധിച്ച് നിരവധി പ്രധാന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പാൻ കാർഡിൽ പാൻ നമ്പർ അല്ലാതെ പാൻ കാർഡ് ഉടമയുടെ പേര്, ജനനത്തീയതി, പിതാവിന്റെ പങ്കാളിയുടെയോ പേര്, ഫോട്ടോ എന്നിവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും പാൻ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാറുണ്ട്. നമ്പർ കാണുന്ന ഒരു വ്യക്തിക്ക് അതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുമില്ല. പാൻ കാർഡ് ഘടനയെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് ഈ അക്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വലിയ വിവരങ്ങൾ എന്നും രഹസ്യമായിരിക്കും. പാൻ കാർഡ് ഉടമകൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. പാൻ എന്ന ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് ഒരാൾക്കൊരു പാൻ നമ്പർ മാത്രമേ ജീവിതാവസാനം വരെ ഉണ്ടായിരിക്കുള്ളൂ. ഈ നമ്പറിൽ എപ്പോഴും ആദ്യത്തെ 5 എണ്ണം അക്ഷരങ്ങളായിരിക്കും, അടുത്ത 4 എണ്ണം അക്കങ്ങളായിരിക്കും, അവസാനത്തേതും അക്ഷരമായിരിക്കും. എന്നാൽ ഈ 10 നമ്പറുകളിൽ എന്ത് വിവരങ്ങളാണ് മറഞ്ഞിരിക്കുന്നത് പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. പാൻ കാർഡ് എഴുതിയിരിക്കുന്ന 10 അക്ഷരങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. പാൻ കാർഡ് ഉള്ളവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാൻ കാർഡ് സത്യാവസ്ഥ നോക്കിയിട്ടുണ്ടോ? ഏതൊരാളും പാൻ കാർഡിന്റെ ആദ്യത്തെ 3 പ്രതികൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 4ാമത്തെ അക്ഷരം നിങ്ങൾ ഏത് തരത്തിലുള്ള ഉടമയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് 10 തരത്തിലുള്ള ഉടമകളിൽ നിന്നും നിങ്ങൾ ആരാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സി മീൻസ് കമ്പനി, പി വ്യക്തി, HUF ഹിന്ദു അഭിവൃദ്ധ കുടുംബം, F സ്ഥാപനം, A വ്യക്തികളുടെ അസോസിയേഷൻ, D ട്രസ്റ്റ്, P വ്യക്തികളുടെ ബോഡി, POA, L ലോക്കൽ അതോറിറ്റി, J ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ വ്യക്തി, G സർക്കാർ. എല്ലാ വ്യക്തിഗത നികുതിദായകർക്ക് 4ാമത്തെ അക്ഷരം P ആയിരിക്കും. പാൻ കാർഡിന്റെ 5ാമത്തെ പ്രതീകം അക്ഷരമാലയാണ്. ഇത് കാർഡിന്റെ കുടുംബ പേരിന്റെ ആദ്യ അക്ഷരമാണ്, അല്ലെങ്കിൽ 2ാമത്തെ പേരിന്റെ ആദ്യ അക്ഷരമാണ്. ഇത് പാൻ കാർഡ് ഉടമയെ മാത്രമേ ആശ്രയിച്ചിരിക്കുന്നു. ഇനി പാൻ കാർഡിലെ അടുത്ത 4 പ്രതീകങ്ങൾ നമ്പറുകളാണ്. അതായത് 0001 to
999 വരെയുള്ള 4 അക്കങ്ങളായിരിക്കും ഇത്. ഈ നമ്പറുകൾ നിലവിൽ ആദായ നികുതി വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു. അവസാനത്തെ അല്ലെങ്കിൽ 10ാമത്തെ പ്രതീകം ആദ്യത്തെ 5 അക്ഷരങ്ങളുടെ 4 അക്കങ്ങളുടെ ആകെ തുകയായിരിക്കും. ഈ ഘടനയെല്ലാം നിങ്ങളുടെ പാൻ കാർഡ് ഉള്ളതെങ്കിൽ അത് സാധുതയുള്ളത് ആകണമെന്നില്ല. അടുത്ത വേറൊന്നാണ് ഭിന്നൽ ലിംഗക്കാർക്കുള്ള പാൻ കാർഡുകൾ. 2018 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് പാൻ കാർഡുകൾക്കായുള്ള അപേക്ഷയിൽ ഭിന്നൽ ലിംഗക്കാർക്ക് അവസരം നൽകിയത്. ആൺ, പെൺ എന്നീ കോളങ്ങൾക്കൊപ്പം ട്രാൻസ്ജെൻഡർ എന്ന കോളവും അപേക്ഷയിൽ വന്നു. ആദായ നികുതി നിയമത്തിലെ 139 2955 എന്നീ വകുപ്പുകൾ അടിസ്ഥാനമാക്കിയാണ് പുതിയ അപേക്ഷ അവതരിപ്പിച്ചത്. ഇതോടെ ഭിന്നലിംഗക്കാർക്ക് പാൻ കാർഡ് ലഭിക്കുന്നത് സുഗമമായി. കാര്യങ്ങൾ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്ത് നിലവിൽ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. നിർബന്ധമായും പാൻ കാർഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ്? ഡ്രാഫ്റ്റ് നൽകുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുമ്പോൾ പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിലുള്ള ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. 5 ലക്ഷത്തിൽ കൂടുതലുള്ള മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് വേണം. മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് നിർബന്ധമാണ്. കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്രയാണ് നടത്തുന്നതെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. എത്ര തരം പാൻ കാർഡുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. രാജ്യത്ത് ഓരോ പൗരനും ഒരു പാൻ കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ രാജ്യത്ത് ഒരു തരത്തിലുള്ള പാൻ കാർഡ് മാത്രമല്ല ഉള്ളത്. നിലവിൽ എത്ര തരത്തിലുള്ള പാൻ കാർഡുകൾ രാജ്യത്തുണ്ടെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ ഓരോ വ്യക്തിക്കുള്ള പാൻ കാർഡ്, രാജ്യത്തുള്ള കമ്പനികൾക്കുള്ള പാൻ കാർഡ്, വിദേശ പൗരന്മാർക്കുള്ള പാൻ കാർഡ്, വിദേശ കമ്പനികൾക്കുള്ള പാൻ കാർഡ് എന്നിങ്ങനെ പലതരത്തിലുള്ള പാൻ കാർഡുകളുണ്ട്. ഇതിൽ വ്യക്തികൾക്കുള്ള പാൻ കാർഡുകളിൽ വ്യക്തിയുടെ ഫോട്ടോ, പേര്, പിതാവിൻ്റെ പേര്, ജനനതീയതി, ഒപ്പ്, QR കോഡ്, പാൻ നൽകിയ തീയതി, പാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കും. ഇനി കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളിൽ കമ്പനിയുടെ പേര്, രജിസ്ട്രേഷൻ തീയതി, പാൻ നമ്പർ, QR കോഡ്, പാൻ നൽകിയ തീയതി എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൽ വ്യക്തിഗത പാൻ കാർഡിൽ വ്യത്യസ്തമായ ഒരു ഫോട്ടോയോ ഒപ്പോ ഉണ്ടായിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ എന്ന് പലരുടെയും സംശയമാണ്. അല്ലെങ്കിൽ അത് പുതുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സംശയമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് ആജീവനാന്തം സാധുതയുള്ളതാണ്. അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ കാർഡ് റദ്ദാക്കുക ആ പാൻ കാർഡിൻ്റെ ഉടമയുടെ മരണത്തോടുകൂടി മാത്രമായിരിക്കും. അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ പാൻ കാർഡ് മാത്രം മതി. അതിനാൽ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ നിങ്ങളെ തേടി വരികയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പലപ്പോഴും ആളുകളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്. കോളുകളിലും സന്ദേശങ്ങളിലും തട്ടിപ്പുകാർ പാൻ കാർഡ് പുതുക്കുന്നതിന് ആവശ്യപ്പെട്ടേക്കും. അതിനാൽ പാൻ കാർഡ് വിവരങ്ങൾ കൈമാറാതെ ഇരിക്കുക. കാരണം ഒരു പാൻ കാർഡിൽ ഉടമയുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പർ ഉണ്ട്. ഒപ്പം കാർഡ് ഉടമയുടെ ഒപ്പ്, ഫോട്ടോ, വിലാസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ കാർഡിലെ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആദായ നികുതി നിയമം 1962 സെക്ഷൻ 139 പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വെക്കാൻ അനുവാദമുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് ഇതിനകം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതിന് അപേക്ഷിക്കാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുന്നത് സെക്ഷൻ 139A ലംഘനമാണ്. പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടത് എപ്പോഴെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട്. ചില അവസരങ്ങളിൽ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതായി വന്നേക്കാം. അതായത് ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെച്ചാൽ പാൻ കാർഡിൻ്റെ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അംഗീകരിച്ച മറ്റ് കാരണങ്ങളാൽ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരും. നിലവിൽ ഉപയോഗത്തിലുള്ള നിങ്ങളുടെ പാൻ കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യുമെന്ന് പലരുടെയും സംശയമാണ്. ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക SLDL പോർട്ടലിലേക്ക് പോയി പാൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആപ്ലിക്കേഷൻ തരം എന്ന വിഭാഗത്തിന് താഴെ നൽകിയിട്ടുണ്ട് നിലവിലുള്ള പാൻ ഡീറ്റെയിലിൽ തിരുത്തൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സെലക്ട് ചെയ്യുക.
പാൻ റദ്ദാക്കൽ ഫോമിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡുകളും വിവരങ്ങളും സൂചിപ്പിക്കുക. സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് എന്ത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയയിലോ ഈ സേവാ കേന്ദ്രത്തിലോ പോയി ഇരിക്കുക. ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് പലരും സംശയമാണ്. ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കാൻ പാടില്ല. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു പാൻ കാർഡ് മാത്രമേ ആദായ നികുതി വകുപ്പ് അനുവദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന് ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ പിഴ എന്തായിരിക്കും? പലരുടെയും സംശയമാണ്. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി വകുപ്പിലെ 272B വകുപ്പ് പ്രകാരം ആദായ നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കാവുന്നതാണ്. ഈ നിയമപ്രകാരം പ്രതിക്ക് 10,000 രൂപ പിഴ ചുമത്താവുന്നതാണ്. പാൻ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ചിലരുടെ സംശയങ്ങളാണ്. പാൻ കാർഡിൽ എന്തൊരു മാറ്റം വരുത്തുമ്പോഴും അത് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്റ് ലിമിറ്റഡ് വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ UTSL പോർട്ടൽ വഴി നിങ്ങൾക്ക് നടത്താവുന്നതാണ്. കുട്ടികൾക്ക് പാൻ കാർഡ് ആവശ്യമുണ്ടോ? എല്ലാവരുടെയും ഒരു സംശയമാണ്. ആദായ നികുതി ഫയൽ ചെയ്യുന്നതിന് ആവശ്യമായ ഒരു രേഖയായോ KYC പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ തെളിവായോ ആണ് പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് മുതിർന്ന വ്യക്തികൾക്കാണ് കൂടുതലും ആവശ്യം വരിക. എന്നാലും പാൻ കാർഡ് മുതിർന്നവർക്ക് മാത്രം ഉള്ളതല്ല. 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്കും പാൻ കാർഡ് ലഭിക്കും. പക്ഷേ അവരുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഇതിന് അപേക്ഷിക്കണം. കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകുന്ന പാൻ കാർഡിൽ അവരുടെ ഫോട്ടോയോ ഒപ്പോ ഉൾപ്പെടാത്തതിനാൽ 18 വയസ്സ് കഴിയുമ്പോൾ വ്യക്തികൾ അവരുടെ പാൻ കാർഡ് പുതുക്കാൻ അപേക്ഷ നൽകുകയും ചെയ്യണം. കുട്ടികൾക്ക് എപ്പോഴാണ് പാൻ കാർഡ് വേണ്ടത്? എല്ലാവരുടെയും സംശയമാണ്. ഒന്നാമത് നിക്ഷേപം. നിങ്ങൾ കുട്ടിയുടെ പേരിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് വേണം. നിക്ഷേപങ്ങൾക്കുള്ള നോമിനി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നോമിനിയാക്കാൻ പാൻ കാർഡ് ആവശ്യമാണ്. നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ പാൻ കാർഡ് ആവശ്യമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് വരുമാന സ്രോതസ്സുണ്ടെങ്കിൽ പാൻ കാർഡ് ആവശ്യമാണ്. കുട്ടികൾക്കുള്ള പാൻ കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് എല്ലാവരുടെയും സംശയം. അത് ഓൺലൈനിലാണ് അപേക്ഷിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക NSDL വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോം 49A ഡൗൺലോഡ് ചെയ്യുക. ഫോം 49A പൂരിപ്പിക്കുക. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. ശരിയായ വിഭാഗം തിരഞ്ഞെടുത്ത് എല്ലാ വ്യക്തിവിവരങ്ങളും പൂരിപ്പിക്കുക. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ആവശ്യമായ രേഖകൾ, മാതാപിതാക്കളുടെ ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുക. മാതാപിതാക്കളുടെ ഒപ്പ് അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കുക. അപേക്ഷാ നില ട്രാക്ക് ചെയ്യുന്നതിന് ഫോം സമർപ്പിക്കുകയും രസീത് നമ്പർ സ്വീകരിക്കുകയും ചെയ്യുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഈ സേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ലഭിക്കും. പാൻ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പലരുടെയും സംശയമാണ്. ഇതെങ്ങനെ അറിയാമെന്നതോ മനസ്സിലാക്കുക എന്നുള്ളതും പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് പാൻ കാർഡ് കൂടിയേ തീരൂ. പാൻ കാർഡിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തി വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തട്ടിപ്പുകാർ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തി പണം നേടാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം വളരെയധികം തട്ടിപ്പുകൾ നടക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ പാൻ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തതായി കരുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നത് വളരെ സംശയമാണ്. ഉടമയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉടനെ നടപടിയെടുക്കേണ്ട അനിവാര്യമാണ്. എന്നാൽ അതിലും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ആണ് ഇനി പറയുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക വിവരങ്ങളും കൃത്യമായി നിരീക്ഷിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് ഇതിലൂടെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നിരീക്ഷിക്കുക. ഇതിനായി സിബിലിൽ നിന്നോ മറ്റേതെങ്കിലും ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നോ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക. സംശയാസ്പദമായതോ
അനധികൃതമായതോ ആയ ഇടപാടുകൾ കണ്ടെത്തിയ ക്രെഡിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനവുമായി നിങ്ങൾ ബന്ധപ്പെടുക. ആദായ നികുതി വകുപ്പ് ആദായ നികുതി അക്കൗണ്ട് പരിശോധിക്കുക. ഇതിനായി ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് കൂടി നിങ്ങളുടെ പാൻ കാർഡ് വിശദാംശങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും സാമ്പത്തിക ഇടപാട് നിങ്ങളുടെ പേരിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ഫോം 26ASന്റെ വിശദാംശങ്ങളും പരിശോധിക്കാവുന്നതാണ്. പാൻ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സംശയാസ്പദമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നിങ്ങളുടെ ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തെയോ അറിയിക്കുക. പ്രശ്നം അന്വേഷിക്കാൻ അവർക്ക് നിങ്ങളെ സഹായിക്കാനാകും. നിങ്ങളുടെ പാൻ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. മാത്രമല്ല, പാൻ കാർഡ് ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നതായി അറിയിക്കാൻ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെടണം. ഇതിനായി അവരുടെ കസ്റ്റമർ ഹെൽപ്പ് ലൈൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്ന് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ്. NSDL എന്ന ഔദ്യോഗിക പോർട്ടൽ നിങ്ങൾ സന്ദർശിക്കുക. ഹോം പേജിൽ കസ്റ്റമർ കെയർ വിഭാഗം കണ്ടെത്തുക. ഇതിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാകും. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് പരാതികൾ, അന്വേഷണങ്ങൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പരാതി ഫോമിൽ ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കുക. ക്യാപ്ച കോഡ് നൽകി സമർപ്പിക്കുക. പാൻ ആധാർ ബന്ധിപ്പിക്കുക. പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാൻ പ്രവർത്തനരഹിതമായാൽ സാമ്പത്തിക ഇടപാടുകളിൽ പ്രതിസന്ധികൾ നേരിട്ടേക്കാം. ഉദാഹരണത്തിന് 1000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് പോലെയുള്ള ചില സാധാരണ ബാങ്കിങ് ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ പോലും തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. പാൻ പ്രവർത്തനരഹിതമാകുന്നതോടെ വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. എന്നാൽ ചില ഇടപാടുകൾ നടത്താൻ സാധിക്കും. അത്തരം സാമ്പത്തിക ഇടപാടുകൾക്ക് ഉയർന്ന നികുതി നിരക്ക് ബാധകമാകുകയും ചെയ്യും. പ്രവർത്തനരഹിതമായ പാനുള്ള വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത 10 സാമ്പത്തിക ഇടപാടുകൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ബാങ്കിലോ അതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങളിലോ ഒരു അക്കൗണ്ട് തുറക്കൽ പ്രയാസകരമായി. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിനായി അപേക്ഷിക്കുന്നത് പ്രയാസകരമാണ്. ഡിമാറ്റ് അക്കൗണ്ട് തുറക്കൽ പ്രയാസകരമായി. ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ബില്ലിന് 50,000 രൂപയിൽ കൂടുതലുള്ള തുക പണമായി നൽകുന്നത് ബുദ്ധിമുട്ടാകും. വിദേശ കറൻസി വാങ്ങുന്നതിനുള്ള പേയ്മെന്റ്, മ്യൂച്വൽ ഫണ്ടിലേക്ക് 50,000 രൂപയിൽ കൂടുതലുള്ള തുകയുടെ പേയ്മെന്റ്, കടപത്രങ്ങളോ ബോണ്ടുകളോ ഏറ്റെടുക്കുന്നതിന് 50,000 രൂപയിൽ കൂടുതലുള്ള തുകയുടെ പേയ്മെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ബോണ്ടുകൾ ഏറ്റെടുക്കുന്നതിന് 50,000 രൂപയിൽ കൂടുതലുള്ള തുകയുടെ പേയ്മെന്റ്, ബാങ്കിലോ സഹകരണ ബാങ്കിലോ ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ, ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതലുള്ള തുകയുള്ള ബാങ്ക് ഡ്രാഫ്റ്റുകൾ അല്ലെങ്കിൽ പേ ഓർഡറുകൾ അല്ലെങ്കിൽ ചെക്കുകൾ എന്നിവ വാങ്ങുന്നത് ബുദ്ധിമുട്ടാകും. പാൻ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളത് എല്ലാവരും ഒരു സംശയമാണ്. അഥവാ നിങ്ങളുടെ പാൻ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വീണ്ടും അപേക്ഷിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ലഭിക്കും. പാൻ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന സാമ്പത്തിക രേഖയായതിന് അത് നഷ്ടപ്പെട്ട വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ് എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡിന് അപേക്ഷിക്കാൻ ഈ ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുക. ആദ്യത്തേതാണ് NSDLന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. നിലവിലുള്ള പാൻ കാർഡ് ഡേറ്റയിലെ മാറ്റങ്ങൾ തിരുത്തുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പേര്, ജന്മതീയതി, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഞാൻ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇമെയിലിലേക്ക് അയക്കുകയും ചെയ്യും. വ്യക്തിഗത വിശദാംശങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് eKYC അല്ലെങ്കിൽ ഈ സൈറ്റ് വഴി ആവശ്യമായ എല്ലാ വിവരങ്ങളും സമർപ്പിക്കുക. നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് നിങ്ങളുടെ വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, NSDLC സർട്ടിഫിക്കറ്റ് മുതലായവയുടെ ഒരു പകർപ്പ് NSDL ഓഫീസിലേക്ക് അയക്കുക. eKYCക്ക് ലഭിച്ച OTP വെബ്സൈറ്റിൽ നൽകുക.
ഇ പാൻ അല്ലെങ്കിൽ ഫിസിക്കൽ പാൻ എന്നിവയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വിലാസം പൂരിപ്പിച്ച് പണമടയ്ക്കുക. ഇന്ത്യയിൽ താമസിക്കുന്നവർ നിലവിൽ 50 രൂപയും വിദേശത്ത് താമസിക്കുന്നവർ 959 രൂപയും അടയ്ക്കേണ്ടി വരും. 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്കൽ പാൻ കാർഡ് ലഭിക്കും. ഈ പാൻ കാർഡ് 10 മിനിറ്റിനുള്ളിൽ ലഭിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡിജിറ്റൽ കോപ്പി സേവ് ചെയ്യാം. സ്വർണം വാങ്ങാനും പാൻ കാർഡ് വേണം. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം PMLA പ്രകാരം പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമപ്രകാരം ഉപഭോക്താവ് 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുല്യമായ സ്വർണം കാശായി നൽകി വാങ്ങുകയാണെങ്കിൽ ആ ഉപഭോക്താവിൻ്റെ KYC പാൻ കാർഡ് നൽകണം. നിശ്ചിത പരിധിക്കപ്പുറം പണമിടപാടുകൾ നടത്താൻ ആദായനികുതി വകുപ്പ് നിയമങ്ങൾ അനുവദിക്കുന്നില്ല. 1965 ആദായനികുതി വകുപ്പിലെ നിയമത്തിലെ സെക്ഷൻ 260 ST പ്രകാരം ഒരാൾക്ക് ഒരു ദിവസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണം നൽകി സ്വർണം വാങ്ങാൻ കഴിയില്ല. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 271D പ്രകാരം പിഴ നൽകേണ്ടി വരും. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം വാങ്ങണമെങ്കിൽ പാൻ കാർഡോ ആധാറോ നൽകേണ്ടത് നിർബന്ധമാണ്. 1965 ആദായനികുതി ചട്ടങ്ങളിലെ റൂൾ 114B പ്രകാരം 2 ലക്ഷം രൂപയോ ഇതിൽ കൂടുതലോ മൂല്യമുള്ള ഇടപാടുകൾക്ക് സ്വർണം വാങ്ങുന്നതിന് പാൻ കാർഡ് നിർബന്ധമാണ്. ഇതാണ് പാൻ 2.0. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15 വർഷം മുതൽ 20 വർഷം വരെയുള്ള പഴക്കമുള്ളതിനാൽ അത് നവീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കണ്ടതോടെ പാൻ 2.0 വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആദായനികുതി വകുപ്പിന്റെ പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് അയക്കുകയും ആദായനികുതി പൂർണ്ണമായും ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാക്കുന്നതാണ് പുതിയ കാർഡ് നൽകിയിരുന്നത്. 14-35 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. പുതിയ കാർഡ് എങ്ങനെ ലഭിക്കും? പാൻ കാർഡ് ഉള്ളവർക്ക് ഒരു പുതിയ പാൻ കാർഡ് ലഭിക്കും. ഇതിന് ഫീസൊന്നും നൽകേണ്ടതില്ല. ഉടമയുടെ വിലാസത്തിൽ കാർഡ് എത്തിക്കും. പാൻ കാർഡ് ഇല്ലാത്തവർ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ടി വരും. രാജ്യത്ത് ഇതുവരെയുള്ള 78 കോടി പാനുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ 98% പാനും വ്യക്തിഗത തലത്തിലാണ് നൽകിയത്. QR കോഡിലുള്ള റീപ്രിന്റ് ചെയ്ത പാൻ കാർഡ് ലഭിക്കാൻ എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടം www.online-services-nsdl.com പാൻ റീപ്രിന്റ് ഇ-പാൻ HTML പോർട്ടൽ സന്ദർശിക്കുക. പാൻ, ആധാർ, ജനനത്തീയതി തുടങ്ങിയ ആവശ്യമായ വിവരങ്ങൾ നൽകുക. ആവശ്യമായ ബോക്സുകൾ ടിക്ക് ചെയ്ത് സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഘട്ടം 3 സ്ക്രീൻ ഒരു പുതിയ വെബ് പേജ് തുറക്കും. അതിൽ നിങ്ങൾ നൽകിയ വിവരം കൃത്യമായി പരിശോധിക്കുക. ഒറ്റത്തവണ പാസ്വേഡ് OTP ലഭിക്കാൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും രണ്ടിലും OTP ലഭിക്കും. ലഭിക്കുന്ന OTPക്ക് 10 മിനിറ്റ് മാത്രമേ സാധ്യതയുള്ളൂ. OTP നൽകി സാധൂകരിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. OTP സാധൂകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പേയ്മെന്റ് നൽകാനുള്ള പേജ് തുറക്കും. QR കോഡ് ഉപയോഗിച്ച് പാൻ കാർഡ് റീപ്രിന്റിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് 50 രൂപ അടയ്ക്കാം. ഞാൻ സേവന നിബന്ധനകൾ അംഗീകരിക്കുന്നു എന്നതിൽ ടിക്ക് ബോക്സ് തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് രസീത് ലഭിക്കും. 24 മണിക്കൂറിന് ശേഷം NSDL വെബ്സൈറ്റിൽ നിന്ന് ഈ പാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇത് അനുവദിക്കുന്നതിന് ഈ അക്നോളജ്മെന്റ് രസീത് സൂക്ഷിച്ചു വയ്ക്കുക. പുതിയ പാൻ കാർഡ് 15-20 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ലഭിക്കും. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവകാശികൾക്ക് പാൻ കാർഡ്. പ്രവാസികൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ നടത്തുന്നത് പാൻ കാർഡ് നിർബന്ധമാണ്. ആവശ്യമായ രേഖകളും നിശ്ചിത ഫീസും സഹിതം ഫോം നമ്പർ 49A സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രവാസിക്ക് പാൻ കാർഡ് അപേക്ഷിക്കുക. പാൻ കാർഡ് സേവന കേന്ദ്രങ്ങൾക്ക് വഴിയോ UTA ISLD വഴിയോ അപേക്ഷിക്കാം. പ്രവാസികൾക്ക് പാൻ കാർഡ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം രേഖകൾ ആവശ്യമുണ്ടെന്ന് പല പ്രവാസികളും ചോദിക്കുന്ന ഒരു സംശയമാണ്. പാസ്പോർട്ടിന്റെ പകർപ്പ് പാൻ അപേക്ഷ ഫോമിനൊപ്പം തിരിച്ചറിയൽ രേഖയായി നൽകണം. വിലാസത്തിന്റെ തെളിവായി ഇനി പറയുന്ന ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പാസ്പോർട്ടിന്റെ പകർപ്പ്, താമസിക്കുന്ന രാജ്യത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ്, അടുത്തത് NRI ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പകർപ്പ്. NRI അപേക്ഷകർക്ക് സ്വന്തമായി ഇന്ത്യൻ വിലാസം ഇല്ലെങ്കിൽ വിദേശത്തെ വീടോ
ഓഫീസോ വിലാസമായി നിങ്ങൾക്ക് നൽകാം. വിദേശത്തേക്കാണ് പാൻ കാർഡ് അയക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഫീസ് ഉൾപ്പെടെ നിങ്ങൾ നൽകണം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഫിനാൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസിനായി എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.